നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. PM ഗതിശക്തി, നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ തുടങ്ങിയ പദ്ധതികൾ പൂർണ്ണ തോതിൽ മുന്നേറുമ്പോൾ ഉയർന്ന ഗുണമേന്മയുള്ള വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായ ഒന്നായി തുടരുന്നു. അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്റ്റീലിന്റെ ആവശ്യകതയും ക്രമാനുഗതമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യയിലെ മൊത്തം സ്റ്റീൽ ഉപഭോഗത്തിന്റെ 60% നിർമ്മാണ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ നിന്നാണ് എന്നതാണ്. സ്റ്റീലിന്റെ വർദ്ധിച്ചു വരുന്ന ഈ ആവശ്യം ഉയർന്ന ഗുണമേന്മയുള്ള ഇരുമ്പയിരിന്റെ വിശ്വസനീയമായ വിതരണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രതിശീർഷ സ്റ്റീൽ ഉപഭോഗം ആഗോള ശരാശരിയായ 215 കിലോയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വിഭവ സുരക്ഷ അത്യാവശ്യമാണ്. ഈ കുറവ് പരിഹരിക്കുന്നതിനായി ഇന്ത്യയുടെ ക്രൂഡ് സ്റ്റീൽ ഉൽപാദന ശേഷി 2030 300 മില്യൺ ടണ്ണായും 2047 വമ്പിച്ച ലക്ഷ്യമായ 500 മില്യൺ ടണ്ണായും ഉയർത്താൻ രാജ്യം ലക്ഷ്യമിടുന്നുണ്ട്. ഈ കൃത്യമായ ആവശ്യകത മൈനിങ് മേഖലയിലെ ചില പ്രത്യേക കമ്പനികൾക്ക് വലിയൊരു അവസരം ഒരുക്കുന്നുണ്ട്. പല കമ്പനികളും സ്റ്റീൽ നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഭൂമിയിൽ നിന്ന് ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കൾ കാര്യക്ഷമമായും കൃത്യമായും വേർതിരിച്ചെടുക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളത്. ഈ മേഖലയിലെ പ്രബലമായ ഒരു കമ്പനിയാണ് NMDC ലിമിറ്റഡ്. സ്റ്റീൽ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ നവരത്ന പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയർ ഉൽപാദകരാണ്. വിഭവ സുരക്ഷയുടെയും വ്യാവസായിക വളർച്ചയുടെയും നിർണായക ഘട്ടത്തിലാണ് NMDCയുടെ സ്ഥാനം. 64% FE ഗ്രേഡുള്ള പ്രീമിയം ഇരുമ്പയർ വിതരണം ചെയ്യുന്നതിലൂടെ ആഭ്യന്തര സ്റ്റീൽ നിർമ്മാതാക്കളെയും ആഗോള വിപണിയെയും സുരക്ഷിതമായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ കമ്പനി സഹായിക്കുന്നു. ഇതൊരു വെറും ഖനനമല്ല. ഛത്തീസ്ഗഡിലെയും കർണാടകയിലെയും 5 സ്റ്റാർ റേറ്റഡ് ഖനന കേന്ദ്രങ്ങളിൽ നിന്ന് അതിനൂതന യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ ഖനനം നടത്തുന്നതിൽ NMDC വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനും വിതരണ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും ഇത് രാജ്യത്തെ സഹായിക്കുന്നുണ്ട്. അടിസ്ഥാന ഉൽപ്പന്നങ്ങൾക്കുള്ള വൻ ഡിമാൻഡ് കാരണം NMDCയുടെ ബിസിനസ് മാതൃക ശക്തമായ സാമ്പത്തിക അടിത്തറ നൽകുന്നുണ്ട്. കമ്പനി മികച്ച പണമൊഴുക്ക് നിലനിർത്തുകയും കടബാധ്യതകളില്ലാത്ത ബാലൻസ് ഷീറ്റ് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ നേട്ടം നിക്ഷേപകർക്കും കമ്പനി പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി മുഖവിലയുടെ ശരാശരി 793% ഡിവിഡൻഡ് നൽകുന്ന മികച്ച ചരിത്രമാണ് കമ്പനിക്കുള്ളത്. ഏറ്റവും ഒടുവിലായി 2025 സാമ്പത്തിക വർഷത്തിൽ ഒരു ഓഹരിക്ക് ₹2.30 ഇടക്കാല ഡിവിഡൻഡും ₹1 അന്തിമ ഡിവിഡൻഡും കമ്പനി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയർ ഉൽപാദകരാണ് NMDC. ഇരുമ്പയർ ഖനനം ചെയ്യുന്നതും വിൽക്കുന്നതുമാണ് കമ്പനിയുടെ പ്രധാന ബിസിനസ്. ഇത് അവരുടെ ആകെ വരുമാനത്തിന്റെ ഏകദേശം 96% വരും. ഛത്തീസ്ഗഡിലും കർണാടകയിലുമായി പൂർണ്ണമായും യന്ത്രവൽകൃതമായ 4 ഇരുമ്പയർ ഖനന സമുച്ചയങ്ങൾ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. 60% മുതൽ 65% വരെ ഇരുമ്പിന്റെ അംശമുള്ള ലംബുകളും ഫൈൻസും ഉൾപ്പെടെയുള്ള ഉയർന്ന ഗ്രേഡ് ഉൽപ്പന്നങ്ങളാണ് NMDC വിതരണം ചെയ്യുന്നത്. കൂടാതെ ഡോണിമലയിൽ പ്രതിവർഷം 1.2 മില്യൺ ടൺ ശേഷിയുള്ള ഒരു പെല്ലറ്റ് പ്ലാന്റും കമ്പനി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇത് ഇരുമ്പയർ ഫൈൻസിനെ സ്റ്റീൽ വ്യവസായത്തിന് ആവശ്യമായ പെല്ലറ്റുകളാക്കി മാറ്റുന്നു. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി NMDC ആഭ്യന്തര കൽക്കരി ഖനന മേഖലയിലേക്ക് വ്യാപിക്കുന്നു. ഝാർഖണ്ഡിലെ ടോക്കിസുഡ് നോർത്ത്, റോഹിനെ എന്നീ ഖനികൾ കമ്പനിക്ക് അനുവദിച്ചിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സബ്സിഡിയറികളിലൂടെയും സംയുക്ത സംരംഭങ്ങളിലൂടെയും NMDC ആഗോളതലത്തിൽ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. ഓസ്ട്രേലിയൻ കമ്പനിയായ ലെഗഡി അയൺ ഓറെ ലിമിറ്റഡിൽ NMDCക്ക് 92.8% ഓഹരിയുണ്ട്. ലെഗസി അടുത്തിടെ മൗണ്ട് സെലിയ പ്രൊജക്ടിൽ സ്വർണ്ണ ഖനനം ആരംഭിച്ചിട്ടുമുണ്ട്. കൂടാതെ ഇരുമ്പയർ, അടിസ്ഥാന ലോഹങ്ങൾ, ടങ്സ്റ്റൺ എന്നിവയുടെ പര്യവേക്ഷണത്തിനുള്ള അവകാശവും ഇവർക്കുണ്ട്. കമ്പനിയുടെ വിപണി മൂല്യം 79,284 കോടി രൂപയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ അറ്റാദായം 13% CAGR നിരക്കിൽ വളർന്ന് 2025 സാമ്പത്തിക വർഷത്തിൽ 6,693 കോടിയിലെത്തി. 2025 സാമ്പത്തിക വർഷത്തിലെ മൊത്തം വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് 11% വർദ്ധിച്ച് 23,668 കോടി രൂപയായി. കമ്പനിയുടെ EBITDA ഏകദേശം 17% വർദ്ധിച്ച് 9,846 കോടി രൂപയിലെത്തി. ഓപ്പറേറ്റിംഗ് മാർജിൻ 200 ബേസിസ് പോയിന്റിലധികം വർദ്ധിച്ച് 41.6% എന്ന മികച്ച നിലയിലെത്തി. ഈ വളർച്ച അറ്റാദായത്തിലും പ്രതിഫലിച്ചു. ലാഭം 17% വർദ്ധിച്ച് 6,693 കോടി രൂപയായി. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസങ്ങളിൽ മികച്ച പ്രവർത്തന സാമ്പത്തിക പ്രകടനമാണ് NMDC കാഴ്ചവെച്ചത്. ഇരുമ്പയർ ഉൽപാദനം മുൻ വർഷത്തെ 30.8 മില്യൺ ടണ്ണിൽ നിന്ന് 20% വർദ്ധിച്ച് 36.9 മില്യൺ ടണ്ണായി. വിൽപ്പന 10% വർദ്ധിച്ച് 34.9 മില്യൺ ടണ്ണിലും എത്തിയിട്ടുണ്ട്. ഇതിലൂടെ വരുമാനം 22% വർദ്ധിച്ച് 20,381 കോടി രൂപയായി. ആഭ്യന്തര വിപണിയിലെ ശരാശരി വിലയിൽ 4% കുറവുണ്ടായെങ്കിലും ഉയർന്ന അളവിലുള്ള വിൽപ്പന കമ്പനി സാമ്പത്തികമായി മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ലാഭം 4% വർദ്ധിച്ച് 5,401 കോടി രൂപയായി. കമ്പനിയുടെ റിട്ടേൺ അനുപാതങ്ങൾ വ്യവസായ ശരാശരിയേക്കാൾ കൂടുതലാണ്.
2025 സാമ്പത്തിക വർഷത്തിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 32% വ്യവസായ ശരാശരി 16.4%. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ 46.3% രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025 മാർച്ച് 31 കണക്കനുസരിച്ച് NMDCക്ക് 10,088 കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 3,230 കോടി രൂപ വിപുലീകരണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചു. ഇതോടൊപ്പം തന്നെ 2,460 കോടി രൂപ ഡിവിഡൻഡായി നിക്ഷേപകർക്ക് നൽകുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷമായി കമ്പനി നൽകുന്ന ഡിവിഡൻഡ് തുക വർദ്ധിച്ചു വരികയാണ്. 2025 ലാഭത്തിന്റെ 43% ഡിവിഡൻഡായി നൽകിയിട്ടുണ്ട്. ലാഭം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡിവിഡൻഡും വർദ്ധിക്കാനാണ് സാധ്യത. നിലവിലെ ഓഹരി വിലയായ 90 രൂപ പ്രകാരം ഡിവിഡൻഡ് യീൽഡ് 3.7%. കേന്ദ്ര സർക്കാരിന് കമ്പനിയിൽ 60.8% ഓഹരി പങ്കാളിത്തമുണ്ട്. സർക്കാരിന് കൃത്യമായ വരുമാനം ആവശ്യമായതിനാൽ കമ്പനി ഡിവിഡൻഡ് നൽകുന്നതിൽ കൃത്യമായ അച്ചടക്കം പാലിക്കുന്നുണ്ട്. 70,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപത്തിലൂടെ 2030 ഇരുമ്പയിര് ഉൽപാദന ശേഷി ബച്ചേലി മുതൽ നഗർനാർ വരെയുള്ള 135 കിലോമീറ്റർ നീളമുള്ള അണ്ടർഗ്രൗണ്ട് സ്ലറി പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നുണ്ട്. ഇത് ഗതാഗത ചെലവ് കുറയ്ക്കും. മറ്റ് സമാന കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ NMDCയുടെ വാലുവേഷൻ ആകർഷകമാണ്. ലാഭത്തിലെ വളർച്ച, ശക്തമായ പണമൊഴുക്ക്, ഡിവിഡൻഡ് നൽകുന്നതിലെ കൃത്യത എന്നിവ NMDCയെ ഒരു മികച്ച ഓപ്ഷൻ ആക്കുന്നുണ്ട്. 3.7% ഡിവിഡൻഡ് യീൽഡും സർക്കാർ ഉടമസ്ഥയും പരിഗണിക്കുമ്പോൾ നിക്ഷേപകർക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല ഓഹരിയാണിത്. Yeah.